ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോൺവാളിലെ ലാൻഡ്സെന്റ് ആണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തണുപ്പും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ് ഈ സമ്മർ ഡ്രസ്സിൽ വന്നത് കേട്ടോ. ബാക്കി എല്ലാവരും നല്ല ജാക്കറ്റ് ഒക്കെ ഇട്ട് നല്ല വെൽ സെറ്റിൽ ആയിട്ടാണ് വന്നേക്കുന്നത്. ആ സമയത്താണ് നമ്മൾ സമ്മർ ഡ്രസ്സ് ഇട്ട് അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് മാരത്തോൺ പോലെയുള്ള എന്തോ ഒന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ഓടി വന്ന് അവർക്ക് മെഡലെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി ലാൻഡ്സെന്റ് എന്താണെന്ന് നോക്കിയാലോ. ലാൻഡ്സെന്റ് എന്നത് കോൺവാളിന്റെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള പ്രശസ്തമായ ഒരു തീരപ്രദേശമാണ്. ബ്രിട്ടീഷ് പ്രധാന ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറൻ അറ്റം എന്ന നിലയിൽ ഇത് ലോകമെമ്പാടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പെൻസിസിൽ നിന്ന് ഏകദേശം 13 മൈൽ അകലെയാണ് ഇതുള്ളത്. ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യന്റെ വിശാലമായ കാഴ്ചകൾ കാണാം. എന്തുകൊണ്ടാണ് ഇത് പ്രശസ്തമെന്ന് ചോദിച്ചാൽ, പലരും ലാൻഡ്സെന്റിൽ നിന്ന് ജോൺ ഒ ഗ്രോട്ട് വരെ അല്ലെങ്കിൽ തിരിച്ചും സൈക്കിളിൽ അല്ലെങ്കിൽ നടന്ന് അല്ലെങ്കിൽ കാർ യാത്ര നടത്താറുണ്ട്. ഇത് ഏകദേശം 1400 കിലോമീറ്ററിലധികം ദൂരമുള്ള പ്രശസ്തമായ ഒരു യാത്രയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഭംഗി എന്ന് ചോദിച്ചാൽ, ഉയർന്ന പാറക്കെട്ടുകൾ, അതുപോലെ തന്നെ തിരമാലകൾ ശക്തമായി അടിക്കുന്ന തീരം, സൂര്യാസ്തമയം കാണാൻ അതിമനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷനാണിത്. ഇവിടെ പ്രശസ്തമായ സൈൻ പോസ്റ്റ് ഉണ്ട്. അതിൽ ലാൻഡ്സെന്റിൽ നിന്ന് വിവിധ നഗരങ്ങളിലേക്കുള്ള ദൂരം എഴുതിക്കാൻ കഴിയും. സന്ദർശകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഓർമ്മയാണത്. അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ കാണാനുള്ള ഏറ്റവും പ്രധാനമായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലോങ് ഷിപ്പ് ലൈറ്റ് ഹൗസുകളുണ്ട്. കടലിൽ പാറക്കെട്ടിൽ മേൽ നിർമ്മിച്ച ലൈറ്റ് ഹൗസുകളാണിവ. അതുപോലെ തന്നെ തീര നടപ്പാതകളുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് കോസ്റ്റ് പാത്തിന്റെ ഭാഗം ഇവിടെ കൂടെ കടന്നു പോകുന്നു. കടൽ പക്ഷികളും അപൂർവ സസ്യങ്ങളും ജാലകങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ, ക്ലിഫ് വോക്കുകളുണ്ട്. അതുപോലെ തന്നെ സൺസെറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ, മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ആ സമയത്ത് നല്ല കാലാവസ്ഥയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ലാൻഡ്സെന്റിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരെ ഇടയിൽ വലിയ ഭൂഭാഗം ഇല്ലാതെ പ്രധാനമായും അറ്റ്ലാന്റിക് സമുദ്രം മാത്രമാണെന്നാണ് പലരും പറയുന്ന ഒരു കാര്യം. അത് തീർച്ചയായും ഒരു കൗതുകമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ല സമയമായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സെപ്റ്റംബറിന് മുന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ജൂണിലായിരുന്നു. ആ സമയത്ത് നല്ല തണുപ്പും എന്നാൽ നല്ല കാറ്റുമുള്ള സമയമായിരുന്നു കേട്ടോ. ഞാൻ മാക്സിമം അവിടുത്തെ എല്ലാ ബ്യൂട്ടിയും എനിക്ക് എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര രസമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് സൗണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ ഞാനത് കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം പ്രകൃതി സൗന്ദര്യം, കടൽ കാഴ്ചയും ചരിത്രവും സാഹസിക യാത്രയും എന്നിവ ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാൻഡ്സെന്റ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഡെഫിനറ്റായിട്ടും നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.